താങ്ക് ഗോഡ്, സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. പരിഹസിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുമ്പോൾ, നിങ്ങൾ പറയാത്തതും നിങ്ങൾ അറിയാത്തതും നിങ്ങൾ ചെയ്യാത്തതും നിങ്ങൾ ചെയ്തു എന്ന് ചിലർ നിങ്ങൾക്ക് വിരോധമായി പറയുമ്പോൾ, അത് സ്ഥാപിക്കുവാൻ കള്ളസാക്ഷികളെ നിരത്തി നിർത്തുമ്പോൾ, അവിധത്തിൽ നിൽക്കുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായി മാറുമ്പോൾ, അയ്യോ ഇതെന്തൊരു നശിച്ച നരക ജീവിതമെന്ന് ചിന്തിക്കുന്ന നിലയിൽ ചിലർ അറിയാതെ പറയും. ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. മറ്റു ചിലർ വേദനയോടെ ചിന്തിക്കും, എന്തു കുഴപ്പം അല്ലേ? നിന്നെ അനുഭവിക്കുന്ന, കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പരിഹാസവും അനുഭവിക്കുന്ന നിങ്ങൾ പറയും, എന്തു കുഴപ്പം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തിൻ്റെ പേർ നിങ്ങളൊരു വിശ്വാസിയാണ്, നിങ്ങളൊരു ഭക്തനാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, എവിടെ തൊട്ടാ ആ പരിഹാസവും കളിയാക്കലും നിന്നയും ഒറ്റപ്പെടുത്തലും ഇന്നെത്തി നിൽക്കുന്ന ഉപദ്രവങ്ങളും തുടങ്ങിയത്? ചിലത് ഒരു ഭക്തനായി നിങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുവാനായി നിർബന്ധിക്കപ്പെട്ട സ്ഥാനത്ത് ചില ഇടങ്ങളിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ ഒരു ഭക്തനായതുകൊണ്ട് അവിടെ ഞാൻ പോകണ്ട എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പോകാതിരുന്നപ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വാക്ക് നിങ്ങൾ മറുത്തു കളഞ്ഞപ്പോൾ, എൻ്റെ ദൈവത്തെ വിട്ടൊരു കളിയുമില്ല, എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞായറാഴ്ച ആരാധന മുടക്കത്തില്ല, ഭവന പ്രാർത്ഥന മുടക്കി ഒരു ആഘോഷവും ഇല്ല, ദൈവത്തെ വിട്ടൊരു കളിയില്ല, ഞായറാഴ്ച സൺഡേ സ്കൂൾ മുടക്കിയിട്ട് ട്യൂഷന് പോണ്ട എന്ന് മക്കളെക്കുറിച്ച് പറഞ്ഞു. അതേ, പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമൊക്കെ ശത്രുക്കളായി മാറി. അയ്യോ, എന്തൊരു നശിച്ച ജീവിതമല്ലേ? ആണോ? അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. എന്തുകൊണ്ടാ അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒപ്പമുള്ളവരൊക്കെ പലപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ശത്രുക്കളായി മാറുന്നത്? എന്തെന്നറിയാമോ? നിങ്ങളൊരു ഭക്തനായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുമ്പോൾ, വെറുതെ പേരിന് ഞായറാഴ്ച ക്രിസ്ത്യാനി ആയിരിക്കുന്നവരെ കുറിച്ചല്ല കേട്ടോ, ഭക്തരായിരിക്കുന്നവരെ കുറിച്ച്. വില കൊടുത്ത് പല സന്തോഷങ്ങളും മാറ്റിവെച്ച് ചെയ്യുവാൻ കഴിയുമായിരുന്നിട്ടും പലതും ചെയ്യാതെ, ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസിയായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞേ. അവർക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ പോകുന്നത് അവരുടെ ചിന്തയിൽ, അതേ നിങ്ങളുടെ ഭക്ത വിശ്വാസിയെ, നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ ബുദ്ധിയിലും എത്താത്തത്, നിങ്ങൾ അപ്പൻ്റെ മക്കളായതുകൊണ്ട് അപ്പൻ ഒരുക്കി വച്ചിട്ടുള്ളത് നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ പിശാചത അറിയുന്നുണ്ട്. അതേന്നെ, പിശാചത അറിയുന്നുണ്ട്. പിശാചത അറിയുന്നത് കൊണ്ട് തന്നാൽ പിടിക്കപ്പെട്ടവരെ കൊണ്ട്, മനസ്സിലായില്ലേ, തൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ കൊണ്ട് നിങ്ങളെ തകർത്ത് കളയുവാൻ പദ്ധതികൾ ഒരുക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ മുടക്കുവാൻ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ. പ്രിയരെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി പിശാച് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ചിന്തയിലും ബുദ്ധിയിലും എത്താത്തത് അപ്പൻ്റെ കരുതൽ നിങ്ങൾക്ക് തൊട്ടു മുമ്പിലുണ്ട്. നിങ്ങളുടെ ജീവിതം മാറ്റുന്ന, നിങ്ങളുടെ കാത്തിരിപ്പുകൾ കറുതി വരുത്തുന്ന, നിങ്ങളുടെ കണ്ണുനീർ തോരുമാറാക്കുന്ന ദൈവിക കരുതൽ മുൻപിലുണ്ട്. അത് പിശാച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടി അവൻ്റെ പിണിയാളുകളെ നിങ്ങൾക്ക് വിരോധമായി അവൻ എഴുന്നേൽപ്പിക്കുന്നു. ചെയ്യാത്തത് പറയിപ്പിക്കുന്നു, ചെയ്യാത്തത് ചെയ്തെന്ന് പറയുന്നു, അറിയാത്തത് നിങ്ങൾ പറയാത്തതും പറഞ്ഞെന്ന് പറയുന്നു, പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു. ചിലർക്ക് മനസ്സിലായില്ല. ചിലർ പറയും, ദൈവദാസനെ ഇതിനൊക്കെ എന്താണ് തെളിവ്? നോക്കൂ, മോശ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി ദൈവം കണ്ടവൻ, ഇസ്രായേലിൻ്റെ വാഗ്ദത്തം അവൻ ജനിക്കുന്നതിന് മുമ്പേ മിസ്രയീമിലെ മന്ത്രവാദികൾ അവരുടെ ഉപാസന മൂർത്തികളായ പിശാചിലൂടെ അറിഞ്ഞു. വാഗ്ദത്ത സന്തതി ജനിക്കുവാൻ പോകുന്നു. ഇനി അധിക നാൾ
ഈ ജനത്തെ നിങ്ങൾക്ക് അടിമയായി വയ്ക്കുവാൻ കഴിയത്തില്ല. അധിക നാൾ ഇവരെ പിഴിഞ്ഞ് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇനി അധിക നാൾ ദൂത, ഇനി അധിക നാൾ നിന്നെ കൊണ്ട് പലർക്കും വളരുവാൻ കഴിയത്തില്ല. ഇനി അധിക നാൾ നിന്നെ പറ്റിച്ച്, നിന്നെ ചൂഷണം ചെയ്ത്, സഹോദര സഹോദരി കുഞ്ഞുമക്കളെ, നിങ്ങളെ പറ്റിച്ച്, നിങ്ങളെ ചൂഷണം ചെയ്ത് ഇനി അധിക നാൾ ശത്രുവിന് വളരുവാൻ കഴിയത്തില്ല. സ്തോത്രം. അത് ശത്രു തിരിച്ചറിഞ്ഞു. നിങ്ങൾ പുറത്തു വരുന്ന ദൈവപ്രവൃത്തി, മാതാവേ പിതാവേ, നിന്റെ കണ്ണുനീർ തോരുന്ന ദൈവപ്രവൃത്തി, അതേന്നെ നിന്റെ തലമുറ പുറത്തു വരുന്ന ദൈവപ്രവൃത്തി, നിന്റെ ഭർത്താവിന്റെ ജീവിതം മാറുന്ന ദൈവപ്രവൃത്തി, നിന്റെ കുടുംബ ജീവിതത്തിൽ ഇന്നത്തെ കണ്ണുനീരിന്റെ, നിരാശയുടെ, വേദനയുടെ അവസ്ഥ മാറുന്ന ദൈവപ്രവൃത്തി, ആ പന്ന പിശാച് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സഹോദരാ, നീ ജോലിക്കാരനായി, അത് നീ ആഗ്രഹിച്ചതുപോലുള്ള ജോലി ചെയ്ത് നിന്റെ മക്കളെ പഠിപ്പിക്കുന്ന, നിന്റെ ഭവനം പണിയുന്ന, മക്കളുടെ വിവാഹം നടത്തുന്ന, ആഗ്രഹിച്ചത്, നീ സ്വപ്നം കണ്ടതൊക്കെ നീ നേടിയെടുക്കുന്ന, അതിലപ്പുറമായത് ദൈവം നിനക്ക് വേണ്ടി, അപ്പൻ നിനക്ക് വേണ്ടി തരുന്നത് പിശാച് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചിലരെ നിന്നെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പോലും തകർത്ത് കളയുവാനും തക്കവണ്ണം എഴുന്നേൽപ്പിക്കുന്നു. ഒരു ഫറവോൻ എഴുന്നേറ്റു, ഉത്തരവ് പുറപ്പെടുവിച്ചു. എല്ലാ കുഞ്ഞുങ്ങളെയും, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം, എല്ലാ കുഞ്ഞുങ്ങളെയും, ആൺകുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് എറിഞ്ഞുകളാ, നൈൽ നദിയിൽ എറിഞ്ഞുകളയ. വാക്തത്വം നൈൽ നദിയിൽ മുങ്ങിപ്പോകത്തില്ല. ഫറവോൻ അത് അറിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാതാവേ പിതാവേ, നിങ്ങളോട് ഞാൻ പ്രവചിച്ച് പറയുക, നിങ്ങളുടെ വാക്തത്വത്തെ നശിപ്പിച്ച് കളയുവാൻ ഒരു പന്ന പിശാചിനും കഴിയത്തില്ല. മോശ കുഞ്ഞിനെ സ്തോത്രം ഉള്ളിലാക്കുവാൻ തക്കവണ്ണം വെള്ളമുള്ള നൈൽ നദിയൊന്നും ലോകത്തിലില്ല. അമേൻ. സ്തോത്രം. നൈലെന്തിന്, ചെങ്കടലിന് കഴിഞ്ഞിട്ടില്ല. അമേൻ. നൈലെന്തിന്, ചെങ്കടലിന് അത് കഴിഞ്ഞിട്ടില്ല. അപ്പോ മോശക്കുഞ്ഞ് പുറത്തു വന്ന അടിമത്വം തകരും. അതുകൊണ്ട് അതിനെ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കി. അതേ ശത്രുവിൻ്റെ തന്ത്രം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. തെളിവ് ഇനിയും വേണമോ? വിശുദ്ധ വേദപുസ്തകം അത് തെളിയിച്ച് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കൂ, യോസേഫിൻ്റെ ജീവിതം തന്നെ. യോസേഫിന് വേണ്ടി ദൈവം ഒരുക്കുവാൻ പോകുന്ന ഒരു വലിയ സിംഹാസനം നമ്മളായിരിക്കുന്ന സ്ഥാനത്തല്ല. അവിടെ ക്ഷാമം കടന്നു വരും, ആ ദേശത്തിൽ പ്രശ്നമുണ്ടാകും. എന്നാൽ ക്ഷാമം ബാധിക്കാത്ത മറ്റൊരു ദേശം, അവിടെ ഒരു സിംഹാസനം ദൈവം യോസേഫിന് വേണ്ടി ഒരുക്കുവാൻ പോകുന്നു. യോസേഫ് അറിഞ്ഞോ? യോസേഫ് അറിഞ്ഞില്ല. യോസേഫ് ചില സ്വപ്നങ്ങളൊക്കെ കണ്ട് നടക്കുന്നതേ ഉള്ളൂ. സഹോദരങ്ങൾ അറിഞ്ഞോ? ഇല്ല. ഇവൻ വലിയ സ്വപ്നക്കാരനെന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവൻ്റെ സ്വപ്നം ഇഷ്ടപ്പെടാത്ത സഹോദരന്മാരെ തന്നെ പിശാച് കരങ്ങളിലെടുത്തു. നിന്റെ സ്വപ്നങ്ങൾ ഇഷ്ടപ്പെടാത്ത, നിന്റെ നല്ല കാലം ഇഷ്ടപ്പെടാത്ത, നിന്റെ അനുഗ്രഹം ഇഷ്ടപ്പെടാത്ത, നീ സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്ത, ആ ഭവനത്തിനകത്ത് നീ ജീവിക്കുന്നത് സഹോദരി ഇഷ്ടപ്പെടാത്ത ചിലരെ പിശാച് നിനക്ക് വിരോധമായി കരങ്ങളിലെടുത്തു. യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് നീ ഇന്ന് ദുരിത ജീവിതം അനുഭവിക്കുക. സഹോദര, നീ നിന്റെ ഭാര്യയും ഒന്നിച്ച് സന്തോഷമായി സമാധാനമായി ജീവിച്ചു പോകുന്നത് ഇഷ്ടപ്പെടാത്ത ചിലരെ പിശാച് കരങ്ങളിലെടുത്തു. പലതും പറഞ്ഞ് തമ്മിലകറ്റി ഒരുമിച്ച് പോകുവാൻ കഴിയാത്ത വിധത്തിൽ. അതേ മാതാവേ പിതാവേ, നിന്റെ മക്കളിലൂടെ ദൈവം പൂർത്തീകരിക്കുവാൻ പോകുന്ന നിന്റെ വാക്തത്വങ്ങളിലേക്കുള്ള നിന്റെ ചുവടുവയ്പ്പിനെ ഇഷ്ടപ്പെടാത്തവർ, അവരുടെ വിദ്യാഭ്യാസം അവരെ കൊണ്ടെത്തിക്കുവാൻ പോകുന്നത് തിരിച്ചറിഞ്ഞ പിശാചിനാൽ പിടിക്കപ്പെട്ടവർ അവർക്ക് വിരോധമായി എഴുന്നേറ്റു. കുടുംബത്തിനകത്ത് കലഹവും ഇട്ട് നിന്റെ മക്കൾക്ക് വിരോധമായി ആഭിചാര ബന്ധനങ്ങളെ ചെയ്ത്, ക്ഷുദ്രപ്രയോഗങ്ങളെ ചെയ്ത്, അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് ഒന്നിനും കൊള്ളാത്തവരാക്കി അവരെ മുറിക്കകത്ത് പൂട്ടിക്കളഞ്ഞ ആ പൈശാചിക മണ്ഡലം, യേശുവിൻ നാമത്തിൽ ആമേൻ. പിശാചത് അറിയുന്നുണ്ട്. യോസേഫിൻ്റെ സ്വപ്നങ്ങളെ ഇഷ്ടമില്ലാത്ത സഹോദരന്മാരിലൂടെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കി. അതുകൊണ്ട് യോസേഫ് തകർന്നു പോയില്ല. യോസേഫ് വാക്തത്വത്തിൽ, അവൻ്റെ ചിന്തയിൽ, അവൻ്റെ സ്വപ്നത്തിൽ എത്തിച്ചേരാത്ത വാക്തത്വത്തിൽ എത്തിച്ചേർന്നു. നിങ്ങൾ വിശ്വാസിയായിരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം മറ്റാരുടെ ജീവിതത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളെന്ന് ചോദിച്ചാൽ, അതേ സന്തോഷത്തോടെ പറയട്ടെ, മറ്റാരും കണ്ടിട്ടില്ലാത്തത് നീ കാണുവാൻ പോവുക. നിന്റെ ബുദ്ധിയിൽ പോലും നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത് എൻ്റെ അപ്പൻ്റെ മക്കളെന്ന നിലയിൽ, അപ്പൻ്റെ മകൻ എന്ന നിലയിൽ, മകളെന്ന നിലയിൽ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസി ആയിരിക്കുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. ശത്രു താനേ വന്നോളൂ, വേറെ ഒന്നും ചെയ്യണ്ട. ഭീകരവാദമോ തീവ്രവാദമോ ഒന്നും ചെയ്യേണ്ട. വിശ്വാസി ആയിരുന്നാൽ മതി, ശത്രുക്കൾ വന്നോളും. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ കരഞ്ഞു തളരുമ്പോൾ
നിന്ദിക്കപ്പെട്ട് നിരാശപ്പെട്ട് തലകുനിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അറിയാതെ ചിന്തിച്ചിട്ടില്ലേ, എനിക്കൊരു ദൈവമുണ്ടെന്ന്? അപ്പാ, നീ ഇവർക്ക് തെളിയിച്ചു കൊടുക്കണമേ, ഞാൻ വെറുതെ അല്ല പ്രാർത്ഥിക്കുന്നതെന്ന്, ഞാൻ വെറുതെ അല്ല ആരാധിക്കുന്നതെന്ന്, ഞാൻ വെറുതെ അല്ല ഉപവസിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടില്ലേ? ആ ചിന്ത തെറ്റല്ല. വിശുദ്ധ വേദപുസ്തകം അതിനെ സാധൂകരിക്കുന്നു. ആ പ്രവചന വാക്യം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ശ്രദ്ധിക്കണമേ, അപ്പോൾ ദൈവത്തെ സേവിക്കുന്ന നിങ്ങളും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണും. ചോദ്യം 1, എപ്പോൾ? 2, വീണ്ടും കാണും. അർത്ഥം അങ്ങനെ ഇതിനു മുമ്പും ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒത്തിരി പേർ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അത് പ്രതീക്ഷിച്ച് ദൈവത്തെ സേവിച്ച് ആരാധിച്ച് ആയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ്, എവിടെയാണ് ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോകുന്നത്? 1, നിങ്ങൾ അവിധത്തിൽ ദൈവത്തെ സേവിക്കുന്നവന്റെ മഹത്വം വെളിപ്പെടുത്തപ്പെടുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതെ, നമ്മെ പോലെ ഭാഗ്യവാന്മാർ ആരുണ്ട്? ഉണ്ട്. വേദപുസ്തകത്തിനകത്തുണ്ട് അവിധത്തിലുള്ള 3 പേർ, 3 ഭക്തന്മാർ. പേര് ശദ്രക്, മേശക്, അബേദ്നെഗോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അവിധത്തിൽ തന്നെ ദൈവമുള്ളവനും ദൈവമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ലോകത്തിന് കാട്ടിക്കൊടുക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തവർ. തീച്ചൂള എന്ന വലിയൊരു കഷ്ടത, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ലോകത്തോട് അറിയിക്കുവാൻ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ദൈവദാസനെ, ഏത് തീകുണ്ടത്തിലൂടെയാണ് ഞങ്ങളെ ദൈവം കടത്തിവിടുവാൻ പോകുന്നത്? നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന രോഗമെന്ന തീക്കുണ്ടം, ആ കടഭാരമെന്ന തീക്കുണ്ടം, തീച്ചൂള ആളിക്കത്തുക, കൂടിക്കൊണ്ടിരിക്കുക, കടം കൂടിക്കൊണ്ടിരിക്കുക, ജോലി സ്ഥലത്ത് പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുക. അത് തന്നെ തീച്ചൂള. മക്കളുടെ മൊത്തം പ്രശ്നമാണ്, അവരുടെ ജീവിതം മുഴുവൻ പ്രശ്നമാണ്. പഠിച്ചിട്ടും പ്രശ്നം, അവർ പഠിക്കാതിരുന്നിട്ടും പ്രശ്നം, ലോകപ്രകാരം ജീവിച്ച് പ്രശ്നം, ജോലി സ്ഥലത്ത് പോയിട്ട് പ്രശ്നം. അയ്യോ, പ്രശ്നം പ്രശ്നം പ്രശ്നം. തീച്ചൂള ആളി കത്തുക. ഏത് നിലയിൽ നോക്കിയാലും കഷ്ടത, പ്രതിസന്ധി, പ്രതികൂലം, വെല്ലുവിളി. അയ്യോ, ഇതിനാണോ ഞങ്ങൾ ദൈവത്തമ്മേ എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ച് പലതും വിട്ടിട്ട്? നമുക്ക് പാടാ. തീച്ചൂള എന്നൊക്കെ പറയുമ്പോൾ, കഷ്ടത എന്ന് പറയുമ്പോൾ, കഠിനത എന്ന് പറയുമ്പോൾ, പ്രതിസന്ധിയും പ്രതികൂലം എന്ന് പറയുമ്പോൾ, പ്രിയരെ, പിന്നെ എവിടെ ദൈവത്തെ സേവിക്കുന്ന നിങ്ങളും സേവിക്കാത്ത ലോകവും തമ്മിലുള്ള വ്യത്യാസം ലോകം തിരിച്ചറിയും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ 1-ാം തീയതി ഹാപ്പി ആയിരിക്കുന്നു, 2-ാം തീയതി ഹാപ്പിയാണ്, 3-ാം തീയതി ഹാപ്പിയാണ്, 4-ാം തീയതി നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, എന്നെ ഇന്നും ഹാപ്പിയാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന ലോകം സമ്മതിച്ചു തരുമോ? നീ ഇന്നലെയും ഹാപ്പി ആയിട്ടല്ലേടായിരുന്നേ? നീ മെനിഞ്ഞാന്ന് ഹാപ്പി ആയിട്ടല്ലേ ഇതായിരുന്നേ? അതെ, പിന്നെ ഇന്ന് ഇത്ര നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് വലിയ കാര്യമാണോ? ചിറകുള്ള കാക്ക പറക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണോ? അതൊരു വലിയ കാര്യമാണോ? അതുപോലെ തന്നെ പിന്നെ എപ്പോൾ ഒത്തിരി പേർ തകർന്നുപോയ കഷ്ടതയുടെ അനുഭവത്തിൽ, ലോകം ബാധിക്കപ്പെട്ടായിരിക്കുന്ന കഷ്ടതയുടെ അനുഭവത്തിൽ തകർന്നുപോയവരുടെ കൂട്ടത്തിൽ പേരെഴുതപ്പെടാതെ അതിനകത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ലോകം നിങ്ങളിലേക്ക് നോക്കും. അവർ അസൂയയോടെ പറയും, നീ സേവിക്കുന്ന ദൈവം, നിനക്കൊരു ദൈവമുണ്ട്, അതാണ് നീ നിന്ന സഹിച്ചതും പരിഹാസവും അപമാനവും ഏറ്റതും ഉപദ്രവിക്കപ്പെട്ടതും അതിനുവേണ്ടിയുള്ള മുഖാന്തരം നിന്റെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഈ തീച്ചൂള, നീ ആയിരിക്കുന്ന ഈ കഷ്ടത നീ തകർന്നു പോകാനല്ല. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ കഷ്ടത, ഈ കഠിനത, അതേ നിങ്ങൾ തകർന്നു പോകുവാനല്ല. നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന്, അതേ ദൈവത്തെ സേവിക്കുന്ന നിങ്ങളും സേവിക്കാത്ത പിശാചിനെ സേവിക്കുന്ന, പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്ന ലോകവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിലൂടെ വീണ്ടും ലോകം കാണുവാൻ നോക്കൂ. അവിടെ ഒരു തീച്ചൂളയുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായമാണ് കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കുക.
ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനെയും എന്തിനാണ് ആ തീച്ചൂളയിലേക്ക് ഇടുവാൻ തീരുമാനിച്ചത്? രാജാവ് ഒരു വിഗ്രഹമുണ്ടാക്കി നമസ്കരിക്കുവാൻ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ നിങ്ങൾ പള്ളി പോകാൻ ഒരുങ്ങുന്നു, വാടാ നമുക്കൊന്ന് അവിടെ പോകാം, അവിടെ നിശ്ചയിപ്പാണ്, അവിടെ ഇന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ പറയുന്നു നോ നോ നോ. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കാവുന്ന സമയത്ത് ആരെങ്കിലും വരുന്നു, വാ ഒന്ന് പുറത്തു പോയിട്ട് വരാം. നിങ്ങൾ പറയുന്നു ഇല്ല, സന്ധ്യാപ്രാർത്ഥന വിട്ടൊരു കളിയില്ല, ദൈവത്തെ വിട്ടൊരു കളിയില്ല. അത് തന്നെ അവിടെയും സംഭവിച്ചേ. രാജാവിനെ ഒന്ന് നമസ്കരിക്കടാ. അവർ പറഞ്ഞു നോ നോ നോ, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾ അവനെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ. അവൻ ആകാശത്തെയും ഭൂമിയെയും നിന്റെ ഈ രാജാവിനെയും സൃഷ്ടിച്ചവനാണ്. ആ ദൈവത്തെ വിട്ട് ഒരു കളിയില്ല. വിശ്വാസം ഹേതുവായി നിന്ന അപമാനം നോക്കിയേ. ആ തീച്ചൂളയിലേക്ക് ഇവരെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പേര് കാണാൻ ചുറ്റുമുണ്ട്. മന്ത്രിമാരുണ്ട്, കൊട്ടാരത്തിലെ ശ്രേഷ്ഠ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ദേശത്തിലെ പ്രഭുക്കന്മാർ കാണും, ആൾക്കൂട്ടം കാണും, വിശ്വാസികളൊക്കെ കാണും. ചിലരൊക്കെ പറയും നമുക്കൊപ്പം ഉള്ള പലരെയും പോലെ, വിശ്വാസികളെന്ന് പേരുള്ള പലരെയും പോലെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് നിന്നോളണം. നാടോടുമ്പോൾ നടുവേ ഓടിക്കൊള്ളണം. വിശ്വാസിയുടെ അടുത്താ നാടോടുമ്പോൾ നടുവേ ഓടുന്നവൻ വിശ്വാസിയല്ല, അവനെ വിളിക്കേണ്ട പേര് വേറെയാ. ആമേൻ. അത് നിങ്ങൾ വിളിക്കേണ്ട, ഞാനും വിളിക്കുന്നില്ല. നിങ്ങളുടെ പേര്, നമ്മുടെ പേര് വിശ്വാസികൾ എന്നാണ്. നമ്മൾ നാടോടുമ്പോൾ നടുകെ ഓടരുത്. നമുക്ക് ഓടാനായുള്ള ഒരു വഴി ദൈവം വെട്ടിയിട്ടിട്ടുണ്ട്. ആ വഴിയെ ഓടിയാൽ മതി. ആ വഴിയാണ് വിശുദ്ധ വേദപുസ്തകം. ആ വഴിയാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിത്യതയിലേക്ക് നമ്മെ എത്തിക്കുന്ന വഴി. അപ്പോൾ അവിടെ കണ്ടോണ്ടിരുന്നവരൊക്കെ പറഞ്ഞാണ്, ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ, ഒന്ന് നമസ്കരിച്ച ഇപ്പോൾ എന്താ സംഭവിക്കാമോ? ഒന്നും സംഭവിക്കാനില്ല. ഒരു പഫ് എടുത്താ അതൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഒരു പെഗ് അടിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അല്പനേരം സൊള്ളിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഒന്ന് കറങ്ങാൻ പോയാ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലെന്ന് പറയുന്നവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അവസാനം എന്താകുന്നു? കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ടില്ലേ, ഒരു പ്രവാസിയായ യുവാവ് തൻ്റെ നല്ല കാലം മുഴുവൻ മറ്റൊരു രാജ്യത്ത് ഭാര്യയ്ക്കും മക്കൾക്കും അപ്പനമ്മമാർക്കും വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ പാവം സഹോദരിക്ക്, പാവം ഇതുപോലെ ലോകം പറഞ്ഞു കൊടുത്തൊരു ചിന്ത വന്നു. അല്പനേരം ഒന്ന് സൊള്ളിയാൽ, അല്പനേരം ഒന്ന് കാര്യം പറഞ്ഞാൽ എന്തായി? ഭർത്താവ് പോയി. അപ്പം നിങ്ങൾ ചിന്തിക്കും അവനല്ലേ പോയുള്ളൂ, അവൾക്ക് കുഴപ്പമില്ല എന്ന്. അവൾക്കൊരു മകളുണ്ട്. ആ മകൾ ഇതെല്ലാം കണ്ട് വളരുക. അപ്പൻ്റെ കണ്ണുനീർ ആ മകൾ കണ്ടുകൊണ്ടേയിരിക്കും. അമ്മയുടെ ജീവിതവും ആ മകൾ കാണും. ആ സ്ത്രീ ഇനി ഈ ലോകത്തിലും നരകത്തിൽ ജീവിക്കും. ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ലോകം പറയുന്നത് കേട്ട് പോകുന്ന പോകരുതേ. അപ്പോൾ അങ്ങനെ ആൾക്കാർ കളിയാക്കാനും പരിഹസിക്കാനും കാണും. അവനും അവൻ്റെ ഒരു ദൈവം എന്ന് പറഞ്ഞ് പരിഹസിക്കാനും കളിയാക്കാനും ആൾക്കാരുണ്ട്. അങ്ങനെ പരിഹസിക്കുന്ന കളിയാക്കുന്നവരുടെ വലിയ കൂട്ടം, അതിന് മധ്യത്തിൽ അവർ ആയിരിക്കുന്നു. ഇനി നമുക്കൊരു ചിന്ത വരാം, ഈ പ്രശ്നം തീച്ചൂള ഇവർക്ക് മാത്രമുള്ളതൊറ്റ ആണോ? അങ്ങനെ ഒരു ഡൗട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കും ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും വേണ്ടിയിട്ട് ഒരു തീച്ചൂള പണിതു. അല്ല, 7 മടങ്ങ് തീ കൂട്ടി. അതങ്ങനെയാ. ഭക്തനെ ചില്ലറ പ്രശ്നത്തിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്നാൽ നമ്മൾ തളരുമോ സഹോദരി? അങ്ങനെയാണെങ്കിൽ എന്തേ നമ്മൾ പെട്ടിയും പൂട്ടി പെയ്യനെ? ഞങ്ങൾക്കറിയാം എന്തെല്ലാം പ്രശ്നമാ. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും അനുഭവിക്കുന്നേ. ലോകം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നോക്കാം, അവർക്ക് മാത്രമുള്ള പ്രശ്നമല്ല. തീച്ചൂള നേരത്തെ ഉണ്ട്. അർത്ഥം അതിനു മുമ്പ് ഒത്തിരി പേര് തീയിൽ വീണിട്ടുണ്ട്. ഒത്തിരി പേർ തീയിൽ വീണിട്ടുണ്ട്. ആ തീച്ചൂളയ്ക്കകത്ത് ദൈവമുള്ളവനും ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഭക്തന്മാർ അറിയുക. അപ്പോൾ ഭക്തന്മാർക്ക് അറിയാമായിരുന്നു. ഇത് യാദൃശ്ചിക സംഭവിച്ച ഒരു കാര്യമല്ല. നോക്കൂ, 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. അവിടെ വളരെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന് ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. പിള്ളേരൊന്ന് പറയുക, ഇനി അഥവാ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളങ്ങ് സഹിച്ച്, ഞങ്ങൾക്ക് ഈ ദൈവം മാത്രം മതി. അപ്പോൾ യുവമാർക്ക് അറിയാം, ഈ തീച്ചൂള ഞങ്ങളിലൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പോവുക. താങ്ക് ഗോഡ്. ഒത്തിരി പേർ ഈ തീച്ചൂളയിൽ നശിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്ത് പേരുകാരായി മാറുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങൾ തകർന്നു പോകുവാൻ
നിങ്ങളുടെ പേര് നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ കടമെന്ന തീച്ചൂളയിൽ നീ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. രോഗമെന്ന തീച്ചൂളയിൽ നീ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ രോഗത്തിൽ നിന്ന് നീ പുറത്തു വരിക. ആ തൊഴിലില്ലായ്മ എന്ന ആ തൊഴിലില്ലായ്മ എന്ന തീച്ചൂളയിൽ നീ വെന്ത് പോകുവാൻ എൻ്റെ ദൈവം ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് വഴി തുറക്കുക. നിനക്കൊരു ദൈവമുണ്ടെന്ന് അസൂയയോടെ പലരും പറയുവാൻ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ആശ്ചര്യത്തോടെ പലരും നോക്കുവാൻ പോകുക. കാരണം അവർക്കറിയാം നിന്റെ കാര്യം പോക്കായി. ഇനി നീ അവിടെ ജോലി ചെയ്ത് ജീവിക്കത്തില്ല. ആ രാജ്യത്തെ നിനക്ക് ഇനി ജോലി കിട്ടത്തില്ല. നിന്റെ പ്രായം കഴിഞ്ഞു. നിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും കൊണ്ട് ഇനി ഒന്നും നീ അവിടെ ചെയ്യാൻ പോകുന്നില്ല. സഹോദരി, ഇനി നീ അവിടെ നിൽക്കത്തില്ല. നീ എപ്പം പോകുമെന്ന് നോക്കി നിൽക്കുന്നവരുണ്ട്. നീ എപ്പം വരുമെന്ന് നോക്കി നിൽക്കുന്നവരുണ്ട്. കടലിനക്കരെ പോണവര്, കാണാപ്പൊന്നിന് പോണവര് പോയിട്ട് വരുമ്പം നീ പലതും കൊണ്ടുവരുമെന്ന് ആ പാട്ട് പോലെ പലതും കൊണ്ടുവന്ന ഒന്നും ഇല്ലാതിരിക്കുമ്പം കൂടെ നിൽക്കാനൊക്കെ പലർക്കും സങ്കടമാണ്. പക്ഷേ ഉള്ളപ്പോൾ അത് സഹിക്കാനും പലർക്കും പാടാ. ആമേൻ. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുക. ഇപ്പം വരും. ഓ അവളൊന്ന് വന്നിട്ട് വേണം 4 പറയാം. അവളൊരു ഭയങ്കര വാഗ്ദത്തം ദൂതും കേട്ട് പെയ്യതാ. അങ്ങനെ വന്ന ഒത്തിരി പേരെ അങ്ങനെ വന്ന ഒത്തിരി പേര് അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഓടിപ്പോയ ഒത്തിരി പേര് അവരും കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ നീ പോകത്തില്ല. കാരണം നീ സേവിക്കുന്ന ഒരു ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണിക്കുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ജോലി ചെയ്ത് നീ ആഗ്രഹിച്ചതൊക്കെ അവിടെ നിന്ന് നേടുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. പരാജയപ്പെട്ട ഒരു മടക്കത്തിന് എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആമേൻ. നിന്നയുടെ അപമാനത്തിൻ്റെ ആ തീച്ചൂളയിൽ, പരാജയത്തിൻ്റെ തീച്ചൂളയിൽ, മദ്യത്തിലെ മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ടു പോയ അതേ ഈ ആളിക്കത്തുന്ന ആ തീച്ചൂളയ്ക്കകത്ത് മാതാവേ പിതാവേ നിന്റെ തലമുറകൾ ബന്ധു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്കൊരു ദൈവമുണ്ടെന്ന്, നീ സേവിക്കുന്ന ദൈവം. ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം പരിഹാസികളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോകുക. വീണ്ടും വെളിപ്പെടുത്തുവാൻ പോകുക. കുറ്റം പറയുന്നവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോകുക. നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോകുക. നീ പരാജിതനായി തീർന്ന സ്ഥാനത്ത് അവൻ നോക്കൂ. ഒത്തിരി പേർ നഷ്ടപ്പെട്ടു പോയ കണക്ക് നമുക്കറിയത്തില്ല. എന്നാൽ നഷ്ടപ്പെട്ടു പോയ ചിലരെ അവിടെ കാണുവാൻ കഴിയും. 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഈ ശത്രുഘ്നും മേശകനും അബേദ്നെഗോവിനെയും ചുമ്മിക്കൊണ്ടുപോയവർ, ചുമ്മിക്കൊണ്ടുപോയവർ, ചുമന്നുകൊണ്ടുപോയവർ ആ തീയിൽ ദഹിച്ചുപോയി. പക്ഷെ കെട്ടപ്പെട്ട ശത്രുഘ്ൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും കെട്ടഴിഞ്ഞു. ആ തീച്ചൂള പലരെയും കൊല്ലും, പക്ഷേ നിന്നെ വളർത്തും. സ്തോത്രം. ഭക്താ, നീ അനുഭവിക്കുന്ന ഈ തീച്ചൂള, ഈ കഷ്ടത നിന്നെ തകർക്കുവാനല്ല, അപ്പൻ്റെ നാമം നിന്നിലൂടെ ഉയരുവാൻ തക്കവണ്ണം നിന്നെ വളർത്തുവാനാ. ആമേൻ. തകർച്ചയായി തീരുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് നിന്നെ വളർത്തുവാൻ പോകുകയാണ്. നോക്കൂ, 25-ാമത്തെ വാക്യത്തിൽ 3 പേർ തീക്കുള്ളിൽ വീണു. സേവിക്കുന്ന ദൈവം അവർക്കൊപ്പം ഇറങ്ങി വന്നു. താങ്ക് ഗോഡ്. നീ സേവിക്കുന്ന ദൈവം നീ ഇന്നായിരിക്കുന്ന പ്രശ്നത്തിന് മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. സ്തോത്രം. ആ ജോലി സ്ഥലത്ത് അവൻ ഇറങ്ങി നിൽക്കും. നിന്റെ കുടുംബജീവിതത്തിൽ ആ കുടുംബ കോടതിക്കകത്തവൻ ഇറങ്ങി നിൽക്കും. ആ കോടതിക്കകത്തവൻ ഇറങ്ങി നിൽക്കും. ആശുപത്രിക്കകത്തവൻ ഇറങ്ങി നിൽക്കും. യേശുവിൻ നാമത്തിൽ നീ ഭയപ്പെട്ട് ഭാരപ്പെട്ട് നിന്റെ അവസാനമെന്ന് ലോകം പറയുന്ന ആ മൊമെന്റിൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ പോകുക. ഓ ആമേൻ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. നോക്കൂ, 3-ാമത്തെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്നവൻ അടുത്ത ലെവലിലേക്ക് എത്തി. നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി. ആമേൻ. ഈ തീച്ചൂള നിന്നെ അടുത്തൊരു ലെവലിലേക്ക് എത്തിക്കും. അനേകർ ഒന്നുമില്ലാതായിത്തീരുന്ന ഈ പ്രശ്നം നിന്നെ പലതുമാക്കി മാറ്റും. സ്തോത്രം. ഒന്നുമില്ലാത്തവരായി, ഒന്നുമാകുവാൻ കഴിയാത്തവരായി ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയരെ, നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിങ്ങളെ ഒന്നുമില്ലാത്തവരാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം നിങ്ങൾ അവസാനിപ്പിക്കത്തില്ല, പലതും ഉള്ളവരാക്കി. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ ദൈവമുള്ളവനും ദൈവത്തെ സേവിക്കുന്നവനും
ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിന്നിലൂടെ വീണ്ടും ദൈവം കാണിക്കുവാൻ പോകുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. അവിടെ ഒടുങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കത്തേയില്ല. ആ തീച്ചൂള നിങ്ങൾക്ക് മലർവാടിയായി മാറുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ, അവിധത്തിൽ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉറ്റിരിക്കുവാൻ. എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി ഉപവാസത്തോടെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. മറക്കരുത്. നിങ്ങൾ ഒരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ല എങ്കിൽ ജോയിൻ ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കടന്നു വരുവാൻ കഴിയുന്ന ദൂരത്തുള്ളവരാണെങ്കിൽ കടന്നു വരിക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായ പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുക, കടന്നു വരിക. എന്ന കണ്ടടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന കൃപയ്ക്കായി ദൈവമുണ്ട്, അത്ഭുതങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഇവരെ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന കൃപയ്ക്കായി അടിയനങ്ങയെ സ്തുതിക്കുന്നു. ഇവരിൽ രോഗികളായി അടിയനെ കേൾക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗികളായിരിക്കുന്നുവെങ്കിൽ അവരെ തൊട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കുക. യേശുവിൻ നാമത്തിൽ തീച്ചൂളയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഷന്ധൂർഗന യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. കുഞ്ഞുങ്ങളെ ആ സർട്ടിഫിക്കറ്റ് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുക. താങ്കിലോട് യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി വഴി തുറക്കപ്പെടുക. സ്തോത്രം. ആ വിസാമയിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക സഹോദര. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. സഹോദരി പ്രാർത്ഥിക്കുക. ആ സ്ഥാപനത്തിൽ തന്നെ നീ ജോലി ചെയ്യാൻ പോകുക. എല്ലാ വിസാ പ്രോബ്ലങ്ങളും മാറുവാൻ പോകുക. സ്തോത്രം. അമേൻ. സാമ്പത്തിക ബാധ്യതകൾ മാറുവാൻ പോകുക. ഞെരുക്കങ്ങൾ മാറുവാൻ പോകുക. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. എല്ലാ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. യേശോപ്പ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സഹോദരൻ നിന്റെ ഭർത്താവ് മടങ്ങി വരിക, ഭാര്യ മടങ്ങി വരിക. തകർച്ചകൾ മാറട്ടെ. കോടതിക്കകത്ത് കർത്താവ് ഇറങ്ങുക. അമ്മേൻ അമ്മേൻ. അനീതിയായത് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോടതിക്കകത്ത് നിന്ന് നീതി വെളിപ്പെടുക. ആ ക്രിമിനൽ കേസുകളിൽ നിന്ന് ചിലർ പുറത്തു വരിക, കള്ളക്കേസുകളിൽ നിന്ന്. യേശുവിൻ നാമത്തിൽ അമേൻ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. പരീക്ഷകൾ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കട്ടെ. പരീക്ഷകളിൽ അപ്പാ അങ്ങ് അവരോട് കൂടിയിരിക്കണമേ. ഇവർ വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ഭവനങ്ങൾ പണിയട്ടെ. ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവ്. ഏറ്റവും വലിയത് ശ്രേഷ്ഠകരമായത് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയാട്ടെ. ആമേൻ ആമേൻ ആമേൻ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. പുതിയത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്ത് ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.